പുതിയൊരു കാര്യം ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് അറച്ചു നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ. അത് ശരിക്കും ഒരു നോർമലായിട്ടുള്ള ഫീലിംഗാണ്. നിങ്ങളൊരു വലിയ ഭീരുവായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കഴിവില്ലാത്തവരായിട്ടോ ഒന്നുമല്ല. അത് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫെമിലിയറായിട്ടുള്ള കാര്യത്തെ കൂടുതൽ ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലാസ്റ്റ് ഇയർ എൻഡിലാണ് എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു 1-2 ദിവസം. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകേണ്ടതായിട്ട് എനിക്ക് വന്നു. പൊതുവേ ഞാൻ അറിയാത്ത സ്ഥലത്ത് പോകുമ്പം ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പം വഴിയെല്ലാം നോക്കി വെക്കും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ നോക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ആ ഒരു വഴി അറിയാത്ത ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പം ആ ഒരു ഹോൾ സമയവും എൻ്റെ ഫേസിലൊരു വലിയ കവറിങ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. വൺസ് എനിക്ക് ആ സ്ഥിരം ഞാൻ പോകാറുള്ള വഴിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും എന്തോ മുഖത്തിൻ്റെ മുന്നിൽ നിന്ന് എന്തോ ഒരു വെയിലങ്ങ് നീങ്ങിപ്പോയതുപോലെ ഭയങ്കര ഒരു റിലാക്സേഷനും ഭയങ്കര ഒരു ഫെമിലിയാരിറ്റി ഉണ്ടായി. അത് പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ ബ്രെയിൻ ഫെമിലിയറായിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതും അൺഫെമിലിയറായിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ്. അതേപോലെയാണ് നമ്മൾ പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു പേടിയും ഭയവും ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. വൺസ് നമ്മൾ ധൈര്യപൂർവ്വം അതിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ കാര്യം വളരെ എളുപ്പമാകും. വൺസ് യു ഡു ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ് ഇറ്റ് ജസ്റ്റ് ബിക്കംസ് ഹാൻഡി ലൈക്ക് എനി അതർ തിങ് ദാറ്റ് യു ഡു. ബിസിനസ്സിലെ കാര്യവും സിമിലറാണ്. നിങ്ങൾ ബിസിനസ്സിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ വൺസ് യു കം ഇൻ ടു ദ ബിസിനസ് ഇറ്റ് വിൽ ബിക്കം മോർ familiar and you will become comfortable as you do things every day on a day-to-day basis.